എല്ലാവർക്കും ബിജീസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എന്റെ 100ാമത്തെ വീഡിയോ ആണ്. ഈ 100 വീഡിയോ ചെയ്യാനായിട്ട് ദൈവം എന്നെ സഹായിച്ചതിനായിട്ട് ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നു. കൂടെ നിങ്ങളുടെ സഹകരണം എനിക്കുള്ളതുകൊണ്ടാണ് ഈ 100 വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞത്. വീണ്ടും നിങ്ങളുടെ ഓരോരുത്തരുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ ചെയ്യുന്ന റെസിപ്പികൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ചേഞ്ച് ചെയ്യാനോ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കത് കമന്റിൽ കൂടി അറിയിപ്പിക്കണം. പറഞ്ഞാലേ അറിയത്തുള്ളൂ. ചേഞ്ച് ചെയ്യാനുള്ളത് അന്നേരം ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് കമന്റ് വരുന്ന ചില കമന്റുകൾ വായിക്കുമ്പോൾ എനിക്ക് ഇത്തിരി സന്തോഷമുണ്ട്. എന്നെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, എന്റെ ചാനലിനെ സ്നേഹിക്കുന്നു. ഈ സഹകരണം വീണ്ടും എനിക്ക് ആവശ്യമാണ്. നിങ്ങളുടെ ഒക്കെ സഹകരണം ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇന്ന് നമുക്കൊരു പനീർ മട്ടർ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം പനീർ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനായിട്ട് 4 തക്കാളിക്ക അരച്ചു വെച്ചിട്ടുണ്ട്. 3 സവാള അരച്ചത്, 1 കപ്പ് ഗ്രീൻ പീസ്, പച്ച ഗ്രീൻ പീസ് ഇത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത് പിന്നെ നമ്മൾ ഈ ചിക്കനിലൊക്കെ നമ്മൾ ഇടയ്ക്ക് കടിക്കത്തില്ലേ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ, അതുപോലെ ഞാനൊരു 10 അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ ഇത് 1 ബേ ലീഫ്, 1 പട്ട, 3 ഏലക്ക, 3 കരയാമ്പൂ. പിന്നെ ഇവിടെ ഞാൻ ഈ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നമുക്ക് മലായി ഉപയോഗിക്കാം. മലായി വീട്ടിലും ഉണ്ടാക്കാം. പാലിന്റെ പാടയാ ഈ മലായി എന്ന് പറയുന്നത്. പിന്നെ ഈ കേരളത്തിന്റെ വെളിയിലുള്ളവർക്ക് ഇത് കിട്ടും, കസൂരി മേത്തി. ഇത് കടകളിൽ ചോദിച്ചാൽ നമുക്ക് കിട്ടും. 25 രൂപയുള്ളൂ ഈ പാക്കറ്റിന്. ഇതിട്ടാൽ ഒരു നല്ലൊരു മണം വരും. ലാസ്റ്റിൽ അത് പൊടിച്ചിടുക ചെയ്യുന്നത്. ഇത് കിട്ടില്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണം 2 ടേബിൾ സ്പൂൺ ബട്ടർ, പിന്നെ വേണം മല്ലിയില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു കടായി വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ അതിന്റെ കൂടെ ഇച്ചിരി ഓയിലൂടെ ഒഴിക്കാം. ഇതിനകത്തോട്ടാ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരച്ച ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇതിലിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഈ സവാള ഒന്ന് ഇച്ചിരി ഒരു ബ്രൗൺ കളർ പോലെ വരട്ടെ, വെള്ളമൊക്കെ പറ്റി. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടാം, മല്ലിപ്പൊടി ഇടാം, മുളക് പൊടി ഇടാം, ഗരം മസാലയുടെ പകുതി ഇടാം. നല്ലതുപോലെ മസാലകളുടെ മണം മാറുന്നത് വരെ, പച്ചമണം ഒന്ന് മാറട്ടെ. ഇനി ഇതിലോട്ട് തക്കാളിക്ക് അരച്ചത് ചേർത്ത് നല്ലതുപോലെ വഴറ്റാം. എണ്ണ തെളിയുന്നത് വരെ നമുക്ക് തക്കാളിക്ക വഴറ്റിയെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് തക്കാളിക്ക
നല്ലതുപോലെ ഒന്ന് വയന്ന് വരട്ടെ. ആ പച്ച അതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറണം. ഇതിലോട്ടാ ഗ്രീൻ പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഗ്രീൻ പീസ് ഒക്കെ ഒന്ന് വേവട്ടെ. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം നമുക്ക്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ടിപ്സായി ഈ കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഒരു നുള്ള് പഞ്ചസാര ആഡ് ചെയ്യുക. ഇനി ആ ക്രീം ഒഴിക്കുക. കുറച്ച് ഒരു കപ്പ് വെള്ളം, ഈ പനീർ ഒന്ന് മുങ്ങിക്കിടന്ന് വേവാനായിട്ട്. അതുപോലെ ഞാൻ ഈ എടുത്ത മസാലകള് നിങ്ങൾക്ക് എരിവ് കുറച്ചുകൂടെ വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാം. പലർക്കും എരിവ് തീരെ വേണ്ട. കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടെ അടച്ചു വെക്കാം. ഇതിലോട്ട് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഇട്ടിട്ട് നമുക്കൊരു 5 മിനിറ്റ് വീണ്ടും അടച്ചു വെക്കാം. തുറന്ന് പനീർ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഒത്തിരി നേരം വേവിക്കല്, പനീർ അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇത്രയും കസൂരി മേത്തി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കയ്യിലിങ്ങനെ ഒന്ന് പൊടിച്ച് ഇതിൻ്റെ അകത്തോട്ടിടാം. എന്നിട്ട് ഞാൻ ബാക്കി നമ്മൾ വെച്ചിരുന്ന ഗരം മസാലയും കൂടെ ഇപ്പൊ ഇടുക. വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരിതാ. ഉപ്പൊക്കെ നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കാം. പിന്നെ ഗരം മസാലയുടെ മണം ടേസ്റ്റ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഇത് എനിക്കിപ്പോ ഞാൻ നോക്കിയിട്ട് കറക്റ്റാ. അതുപോലെ എരിയും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. ഇനി കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ക്രീം ഒഴിച്ചത് ഈ പനീറൊക്കെ വന്ന് ലാസ്റ്റ് ഒഴിച്ചാലും നല്ലതാ. ഇപ്പൊ ഞാൻ ഇടയ്ക്കല്ലേ ഒഴിച്ചത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റിൽ ഒഴിക്കാം. നമ്മുടെ മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഉപവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.